ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ബ്രേക്ക് ജാമിങ്, ബ്രേക്ക് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ഓയിൽ നമുക്ക് ഓൾറെഡി മാറണം, അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്, ഒരുവിധം കളർ ചേഞ്ച്, നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ബ്രേക്ക് ലൈനർ മാക്സിമത്തിലാണ് തീർന്ന് നിൽക്കണം കേട്ടോ. അത്യാവശ്യം ഉപയോഗിച്ച് തീർന്നതിനാണ് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ. അതിനേക്കാളും ഇവർ ഇതിൻ്റെ കേബിളുകൾ എല്ലാം തന്നെ ടൈറ്റായി പോയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ബ്രേക്കിലേക്ക് വന്ന 2 കേബിളുകളാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നറിന് അങ്ങോട്ട് കയറി പോകാനായിട്ടുള്ള ഒരു ഗ്യാപ്പില്ല, അതുവരെ ഔട്ടർ വലിഞ്ഞ് നിൽക്കണം. അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നതും ബ്രേക്ക് സ്മൂത്ത് അല്ലാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. ഈ 2 കേബിളും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുക, ബാക്കിലത്തെ ഓൾറെഡി വന്ന് ജാമായ കണ്ടീഷനിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 3 ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാം, ബാക്കിലെ ബ്രേക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ആ ബ്രേക്കിൻ്റെ പ്രോബ്ലം സോൾവ് ആവും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 ബ്രേക്കിൻ്റെ സൈഡ് കഴിച്ചിട്ട് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഓയിൽ നമ്മൾ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് വീലഴിച്ച് അതിൻ്റെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷാഫ്റ്റാണ്. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഇവിടെ അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതതിൻ്റെ ഉള്ളിലത്തെ ബെയറിങ്ങിൻ്റെ പ്ലേ കാണിച്ചു തുടങ്ങിയതാണ്. അത് വലിയ താമസിച്ചാൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക് ലൈനറും മാറ്റി കേബിളുകൾ മാത്രമാണ് മാറ്റുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേ കൂടി ഓടുന്തോറും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കൂടുതൽ വരും. ബാക്ക് ബ്രേക്കിൻ്റെ ഇത് ടൈറ്റ് കാണിക്കും, അല്ലെങ്കിൽ ഇവിടെ ഓയിൽ ലീക്കായിട്ട് വരും. അതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ബ്രേക്കുമായി ബന്ധപ്പെട്ട കേസാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. എൻജിൻ ഓയിലും മാറുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടു വെച്ചേക്കാം. വലിയ താമസമില്ലാണ്ട് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് കേബിളുകൾ 3 ബ്രേക്ക് കേബിൾ, എൻജിൻ ഓയിൽ, ലേബർ ചാർജ് എല്ലാം പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് റിപ്ലൈ തരാം. എൻ്റെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ.